വെറും മണിക്കൂറുകളുടെ ആയുസ് മാത്രമുള്ള ഒരു വേൾഡ് റെക്കോർഡ്. അതെ, ഫുട്ബോൾ ലോകത്തെ ശ്വാസം അടക്കി പിടിച്ച ഒരു അവിശ്വസനീയ രാത്രിയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. സെനഗലിൻ്റെ നെഞ്ചിലേക്ക് 2 വെടിയുണ്ടകൾ പായിച്ച് തൻ്റെ 14ാം ഗോളോടെ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ലിയോണൽ മെസ്സിയുടെ റെക്കോർഡ് തകർത്തപ്പോൾ ലോകം ഒന്നടങ്കം അമ്പരന്ന് പോയി. പത്രങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമെല്ലാം എംബാപ്പയെ വാഴ്ത്തിപ്പാടാനും പുതിയ ഫുട്ബോൾ യുഗം പിറന്നു എന്ന് പ്രഖ്യാപിക്കാനും മത്സരിക്കുകയായിരുന്നു. പക്ഷേ കഥ അവിടം കൊണ്ട് തീർക്കാൻ ഫുട്ബോൾ ലോകത്തെ യഥാർത്ഥ രാജാവ് ഇനിയും ബാക്കിയുണ്ടായിരുന്നു. വെറും മണിക്കൂറുകൾക്ക് ശേഷം അൾജീരിയക്കെതിരെ മൈതാനത്തേക്ക് ആ മാന്ത്രികൻ പച്ചപ്പുലിൽ വിസ്മയം തീർക്കാൻ ബൂട്ട് കെട്ടിറങ്ങി. ഒന്നിനു പിറകെ ഒന്നായി ഒരു ക്ലാസി ഹാട്രിക്കിലൂടെ എതിരാളികളുടെ വല കീറിമുറിച്ച് 16 ഗോളുകളോടെ വേൾഡ് കപ്പ് ടോപ്പ് സ്കോർ സിംഹാസനം മെസ്സി വീണ്ടും തൻ്റെ കൈപ്പിടിയിലൊതുക്കി തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. എൻ്റെ സാമ്രാജ്യത്തിൽ ഞാൻ മാത്രമാണ് രാജാവെന്ന നിശബ്ദമായ സ്റ്റേറ്റ്മെൻറ്റ്. അൾജീരിയൻ ക്യാമ്പിൽ നിന്ന് വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് ഉയർന്നു വന്നിരുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. അൾജീരിയൻ കോച്ച് വലിയ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് അർജന്റീനയെയും ലിയോണൽ മെസ്സിയെയും തളക്കാൻ അവരെ തോൽപ്പിക്കാനും തങ്ങൾ പ്ലാൻ എയും പ്ലാൻ ബിയും കൃത്യമായി ഗ്രൗണ്ടിൽ സെറ്റാക്കിയിട്ടുണ്ടെന്നായിരുന്നു. മെസ്സിയുടെ ഓരോ നീക്കങ്ങളും തടയാൻ തങ്ങളുടെ പ്രതിരോധനിരക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടെന്ന് അവർ വീമ്പ് പറഞ്ഞു. എന്നാൽ അതിന് മറുപടിയായി അർജന്റീനിയൻ കോച്ച് ലയണൽ സ്കലോണി വളരെ കൂളായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പത്രപ്രവർത്തകരോട് പറഞ്ഞത്, ഞാൻ മെസ്സിയോട് ആവശ്യപ്പെടുന്ന ഒരേയൊരു കാര്യം കഴിയുന്നിടത്തോളം കാലം കളിക്കുക, ഞങ്ങൾക്ക് അതുവരെ നിങ്ങളെ ആസ്വദിക്കണമെന്ന് മാത്രമായിരുന്നു. കളി തുടങ്ങിയപ്പോൾ അൾജീരിയൻ കോച്ചിൻ്റെ പ്ലാൻ എയും പ്ലാൻ ബിയും മെസ്സിയും കൂട്ടരും വെറും മിനിറ്റുകൾക്കുള്ളിൽ കാറ്റിൽ പറത്തുന്ന കാഴ്ചയാണ് ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടത്. അൾജീരിയയേക്കാൾ എല്ലാ അർത്ഥത്തിനും വളരെ മികച്ച രീതിയിലാണ് അർജന്റീന ഇന്ന് കളിക്കളത്തിൽ പന്ത് തട്ടിയത്. ഒട്ടും സമ്മർദ്ദമില്ലാതെ വളരെ കൂളായി എന്നാൽ അങ്ങേയറ്റം സ്ട്രക്ചേർഡായ ഒരു ഡിഫൻഡിങ് നിരയാണ് അർജന്റീന ഇന്ന് കാഴ്ചവെച്ചത്. അർജന്റീനയുടെ പ്രതിരോധ കോട്ട തകർക്കാൻ അൾജീരിയൻ മുന്നണി നിര ഒരുപാട് കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും മത്സരത്തിനുടനീളം ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും അർജന്റീന നിരയിലേക്ക് കുതിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് അർജന്റീൻ ഡിഫൻസിൻ്റെയും മിഡ്ഫീൽഡിൻ്റെയും കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ കളിയിലെ മെസ്സി ഷോയിലേക്ക് വരാം. മത്സരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അർജന്റീന മധ്യനിര കളി നിയന്ത്രിക്കാൻ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഫലമായി 17ാം മിനിറ്റിൽ റോഡ്രിഗോ ഡി പോണ്ട വക മധ്യനിരയിൽ നിന്ന് ഒരു കിഡിലൻ ത്രൂ ബോൾ മെസ്സിയുടെ കാലുകളിലേക്ക് കൃത്യമായി എത്തുന്നു. ഫുട്ബോൾ ലോകത്തിൻ്റെ ഇതിഹാസമായ സിദാൻ്റെ മകനാണ് ഇന്ന് അൾജീരിയയുടെ ഗോൾ വല കാത്തിരുന്നത്. എന്നാൽ ആ ഗോൾ പോസ്റ്റിലേക്ക് മെസ്സി തൻ്റെ വിഖ്യാതമായ ഇടങ്കാലുകൾ കൊണ്ട് ബോക്സിന് പുറത്തു നിന്ന് ഒരു മാസ്മരിക ലോങ് റേഞ്ചർ തൊടുത്തു വിടുന്നു. കീപ്പർക്ക് ചിന്തിക്കാൻ പോലും ഒരു അവസരം നൽകാതെ പന്ത് വല തുളച്ചു കയറി. ആ ഒരു ഗോളോടെ കളി അർജന്റീനയുടെ കയ്യിലായി. പിന്നീട് രണ്ടാം പകുതിയിൽ 60ാം മിനിറ്റിൽ മാക്കലിസ്റ്ററിൻ്റെ വക ഒരു വെടിയുണ്ട പോലുള്ള ഗ്രൗണ്ട് ഷോട്ട് വരുന്നു. റീബൗണ്ട് വന്ന ഉയർന്ന പന്ത് കൃത്യമായ പൊസിഷനിൽ ഒളിഞ്ഞു നിന്ന ലിയോണൽ മെസ്സി വളരെ അനായാസം വലയിലാക്കി തൻ്റെ 2ാം ഗോൾ നേടി. ഇതോടെ അൾജീരിയൻ പ്രതിരോധത്തിൻ്റെ എല്ലാ പ്ലാനുകളും പാളിപ്പോയി. ഒടുവിൽ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നീക്കോ ഗോൺസാലസിൻ്റെ മനോഹരമായൊരു അസിസ്റ്റിൽ ഇടത് വിങ്ങിലൂടെ മിന്നൽ വേഗത്തിൽ കുതിച്ചു വന്ന് പോസ്റ്റിൻ്റെ ഇടതുവശത്തേക്ക് മെസ്സി തൊടുത്ത ഷോട്ട് അതൊരു ടിപ്പിക്കൽ മെസ്സി ഗോളായി മാറി. ലോകമെമ്പാടുമുള്ള ആരാധകരെ മുഴുവൻ വിസ്മയിപ്പിച്ചുകൊണ്ട് മെസ്സി മാന്ത്രിക ഹാട്രിക് അങ്ങനെ പൂർത്തിയാക്കി. ഇന്നത്തെ കളിയിലെ മെസ്സിയുടെ വ്യക്തിഗത സ്റ്റാറ്റസ് നോക്കിയാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും. വെറും ഒരു ഫോർവേഡ് താരമെന്നതിലുപരി കളിയിലുടനീളം മെസ്സി നിറഞ്ഞു കളിക്കുകയായിരുന്നു. മത്സരത്തിൽ ആകെ 50 ടച്ചുകളാണ് മെസ്സി സ്വന്തമാക്കിയത്. എതിർ ഗോൾ പോസ്റ്റിലേക്ക് 6 ഷോട്ടുകൾ ഉതിർത്തപ്പോൾ അതിൽ 4 എണ്ണവും കൃത്യമായ ഷോട്ട് ഓൺ ടാർഗറ്റുകളായി മാറി. അതിൽ നിന്നാണ് ആ മനോഹരമായ ഹാട്രിക് പിറന്നത്. ഇതുകൂടാതെ സഹതാരങ്ങൾക്ക് ഗോളടിക്കാൻ പാകത്തിൽ 2 വലിയ ചാൻസുകൾ മെസ്സി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. കേവലം അറ്റാക്കിങ്ങിൽ മാത്രമല്ല ഡിഫൻസിനെ സഹായിച്ചുകൊണ്ട് 2 സക്സസ്ഫുൾ ടാക്കിളുകളും ഒരു പ്രധാനപ്പെട്ട ക്ലിയറൻസും മെസ്സിയുടെ ഭാഗത്തിൽ നിന്നുണ്ടായി. എതിരാളികളുടെ കടുത്ത മാർക്കിങ്ങിനിടയിലും ഒരു വലിയ ഫോൾ മെസ്സി വിൻ ചെയ്തു. കളിയിലെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്തി റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 10ൽ 10 ലിയോണൽ മെസ്സി സ്വന്തമാക്കിയത്. 10ൽ 10 റേറ്റിംഗ് എന്ന് പറയുന്നത് ഫുട്ബോളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇതൊന്നുമല്ല ഏറ്റവും വലിയ കാര്യം. ഇന്നത്തെ ഈ അവിശ്വസനീയമായ പ്രകടനത്തോടെ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ചില നായക കല്ലുകളാണ് മെസ്സി തച്ചുടച്ചത്. ജർമ്മൻ ഇതിഹാസം ക്ലോസിനെ മറികടന്ന് വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന എക്കാലത്തെയും വലിയ റെക്കോർഡ് ഇനി ലിയോണൽ മെസ്സിക്ക് മാത്രം സ്വന്തം. അതുമാത്രമല്ല വേൾഡ് കപ്പ് ടൂർണമെൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ കൈവരിച്ച താരമെന്ന റെക്കോർഡും ഫുട്ബോൾ ചരിത്രത്തിൽ ക്ലബിലും അന്താരാഷ്ട്ര തലത്തിലുമായി ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയ താരമെന്നീ റെക്കോർഡുകളും ഇനി ഈ മന്ത്രവാദിയുടെ പേരിൽ മാത്രം ചരിത്രത്തിൽ എഴുതപ്പെടുന്നവയാണ്. എംബാപ്പയുടെ റെക്കോർഡ് മണിക്കൂറുകൾക്കുള്ളിൽ തട്ടിയകറ്റി അർജന്റീൻ കോച്ചിൻ്റെ പ്ലാനുകളെല്ലാം തച്ചുടച്ച് മെസ്സി വീണ്ടും ഫുട്ബോൾ ലോകത്തിലെ സിംഹാസനത്തിൽ അജയ്യനായി മുത്തശ്ശി കഥകളിലെ രാജാവിനെ പോലെ വാഴുകയാണ്. റെക്കോർഡുകൾ എന്നത് പലർക്കും കഠിനാധ്വാനം കൊണ്ട് എത്തിപ്പിടിക്കുന്ന ഒന്നാണെങ്കിൽ ലിയോണൽ മെസ്സിക്ക് അത് വെറും ഒരു ശീലം മാത്രമാണ്. പ്രായം വെറും സംഖ്യ മാത്രമാണെന്നും കാലം എത്ര കഴിഞ്ഞാലും ഈ സാമ്രാജ്യത്തിൻ്റെ അധിപൻ താനും തന്നെയാണെന്നും പച്ചപ്പുലിലെ ആ മാന്ത്രികൻ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു.